1997 റെയിൽവേ അനുമതി ലഭിച്ചതു മുതൽ കേരളത്തിലെ മലയോര മേഖലയടക്കം കാത്തിരിക്കുന്ന സ്വപ്ന പദ്ധതിയാണ് അങ്കമാലി ശബരി റെയിൽപാത. അങ്കമാലിയിൽ നിന്നുള്ള പാത ചെറിയവാപ്പാലശ്ശേരി ഡൈവേർഷൻ കടന്നാണ് മുന്നോട്ട് പോകുന്നത്. കാലടി വരെയുള്ള 7 കിലോമീറ്റർ ദൂരത്തിൽ റെയിൽവേ പാളികൾ സ്ഥാപിക്കുന്നതടക്കമുള്ള ജോലികൾ പൂർത്തിയായി. ഇപ്പോഴിവിടം കാടുകയറി സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ്. മദ്യപന്മാരും മറ്റുള്ളവരും വന്ന് ഇവിടെ വിളയാടാറും. അപ്പോൾ ഈ നാട്ടുകാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പദ്ധതി ഇടയ്ക്ക് വെച്ച് നിലച്ചപ്പോഴും കാലടി റെയിൽവേ സ്റ്റേഷന്റെ ജോലികൾ പൂർത്തിയായി. അതിന് സമീപത്തുള്ള റോഡുകളുടെ ഉൾപ്പെടെയുള്ള അനുബന്ധ ജോലികൾ പൂർത്തിയായിട്ടില്ല. ഇനിയിപ്പോൾ വീണ്ടും ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്കും ആശങ്കകൾ ഏറെയാണ്. പാലം വെച്ചിട്ടുണ്ട് കാലടിയിൽ. പാലം പണി പൂർത്തിയായി. അവിടെ ബാക്കിയുള്ള പണികളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ തന്നെ കാണാമല്ലോ, കാട് പിടിച്ച് അങ്ങോട്ട് കിടക്കാനല്ലേ. കഴിഞ്ഞൊക്കെ വെട്ടി തെളിച്ച് കൃത്യമായിട്ട് എടുക്കണം. ഞങ്ങളുടെ പൊതുഗതാഗതം അടക്കമുള്ള സംവിധാനങ്ങൾ കഴിഞ്ഞ 25 വർഷത്തോളം ഈ പദ്ധതി തുടങ്ങിയ കാലം മുതലേ നിർജ്ജീവമായിട്ടുള്ള അവസ്ഥയിലാണ്. അതുപോലെ തന്നെ ഈ പദ്ധതി സൃഷ്ടിച്ച ഈ പറഞ്ഞ വിജനമായ ഇടങ്ങൾ ലഹരിയുടെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന വലിയ സങ്കീർണതകൾ നിറഞ്ഞൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പ്രദേശം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ പ്രദേശത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആശങ്കയും അതുപോലെ തന്നെ പ്രതിസന്ധിയും ഒക്കെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. കെട്ടിടത്തിന്റെ പണി പൂർത്തിയായ കാലടി റെയിൽവേ സ്റ്റേഷൻ ചില്ലുകളെല്ലാം തകർന്ന് ഉപയോഗശൂന്യമായി ശോചനീയമായ അവസ്ഥയിലാണുള്ളത്. അതോടൊപ്പം തന്നെ റെയിൽ പോകുന്നതിന്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള അണ്ടർപാസേജാണ് ഈ കാണുന്നത്. നിലവിൽ ശബരിപാതയുടെ ജോലികൾ ഒരുവിധമെങ്കിലും പൂർത്തിയായിട്ടുള്ളത് ഇവിടെ വരെയാണ്. കൃത്യമായി പറഞ്ഞാൽ കാലടി പെരിയാർ നദിക്ക് കുറുകെയുള്ള റെയിൽവേ പാലം വരെ. വീണ്ടും ശബരിപാതയ്ക്ക് ജീവൻ വയ്ക്കുമ്പോൾ ഈ ജോലികളെല്ലാം ഒന്നേ എന്ന് തുടങ്ങേണ്ട അവസ്ഥയാണ്. ശരത് അമ്പാട്ടുകാവിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.